നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരനെ ദാരുണാന്ത്യം. ചാലക്കുടി വിയാർപുരം ഞാറക്കൽ വീട്ടിൽ അശോകിന്റെ മകൻ 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. ഒല്ലൂർ കമ്പനിപ്പടിക്ക് സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. അഞ്ചേരി സ്വദേശികളായ കണ്ണമ്പുഴ വീട്ടിൽ ആനി ജോസഫ്, ആൻഡ്രിയ, അനീറ്റ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ നിയന്ത്രണം വിട്ട ജീപ്പ് പാടത്തേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഈരാറ്റുപേട്ട സ്വദേശി സിജോ, മധ്യപ്രദേശ് സ്വദേശി അഫ്ദർ എന്നിവർക്കാണ് പരിക്കേറ്റത്. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ COAയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. KSEBയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൗരവമായി നടപടിയെടുക്കണമെന്ന് മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ. വേലൂർ തയ്യൂർ മയിലാടിക്കുന്നിൽ നടത്തിയിരുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. തയ്യൂർ മയിലാടിക്കുന്നിൽ വ്യാപകമായി നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ ദീപപ്രതിരോധം തീർത്തു. വേലൂർ പഞ്ചായത്ത് അംഗം PN അനിൽ ഉദ്ഘാടനം ചെയ്തു. 6 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചൂണ്ടൽകുന്ന് സ്വദേശി രഞ്ജിത്താണ് അറസ്റ്റിലായത്. 3 ലിറ്റർ വാറ്റുചാരായവുമായി മധ്യവയസ്കനെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. കിള്ളിമംഗലം വല്ലങ്ങിപ്പാറ മുണ്ടരാപ്പിള്ളി വീട്ടിൽ മണികണ്ഠനെയാണ് പിടിയിലായത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 440 രൂപ വർദ്ധിച്ച് 64,960 രൂപയായി. ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് 8,120 രൂപയുമായി. കർഷകരുടെ പരാതിയെ തുടർന്ന് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കൃഷിനാശം വരുത്തിയ 14 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഷൂട്ടിംഗിൽ പ്രത്യേക പരിശീലനം നേടിയ സംഗീതിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. കലാമണ്ഡലത്തിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ കോളേജുകളിലെ റിട്ടയേർഡ് അധ്യാപകരുടെ സംഘടനകൾ സമരപ്പന്തലിലെത്തി. UGC 6-7 ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകത പരിഹരിച്ച് പെൻഷൻ ആനുകൂല്യങ്ങളും കുടിശ്ശികയും നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. എരുമപ്പെട്ടി പഞ്ചായത്തിൽ CPMന്റെ ഭരണപരാജയങ്ങൾ മറച്ചുവെക്കുന്നതിനു വേണ്ടി കോൺഗ്രസിന്റെ വാർഡ് മെമ്പർമാർക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങളിലും അഴിമതി ആരോപണത്തിലും പ്രതിഷേധിച്ച് ധർണ സംഘടിപ്പിച്ചു. 17ാം വാർഡ് വായനശാല പരിസരത്ത് നടത്തിയ ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരി തലോർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്നേഹസാന്ത്വനം പദ്ധതി ഡോക്ടർ ജോയ് കട്ടക്കയത്തിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചു. ചായ്പൻകുഴിയിലെ 6 ഭവനങ്ങളിലായി 8 രോഗികളെ ഡോക്ടർ പരിശോധിച്ചു. പരിമിതിയുള്ളവരുടെ വിനോദത്തിനായി സർക്കാർ ഫണ്ട് അനുവദിച്ചില്ലെങ്കിലും പതിവ് തെറ്റിക്കാതെ മാള BRC വിനോദയാത്രയും സംഗമവും സംഘടിപ്പിച്ചു. ഫണ്ടില്ലാത്തതിനാൽ ജില്ലയിലെ 18 BRCകളിൽ ചിലർ മാത്രമാണ് വിനോദ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ നേതൃത്വത്തിൽ ചാലിപ്പാടം ചിറയിൽ കെട്ടിക്കിടന്ന മലിനജലത്തിൽ ബ്ലീച്ചിംഗ് പൗഡറിട്ട് ശുദ്ധീകരിച്ചു. പുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ജനനി പ്രസിഡന്റ് V അനിരുദ്ധൻ. പറപ്പൂക്കര പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന മുട്ടക്കോഴി വളർത്തൽ പദ്ധതിക്ക് തുടക്കമായി. പന്തല്ലൂരിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS പ്രദീപ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആളൂർ വെള്ളാഞ്ചിറ ആണിക്കുളങ്ങര ദുർഗാക്ഷേത്രത്തിലെ മകം തൊഴൽ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ, മധു കാരുമാത്ര, മേൽശാന്തി രാജേഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു.
CPM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ MP CO പൗലോസിന്റെ 12ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കയ്പമംഗലം കാളമുറിയിൽ നടന്ന സമ്മേളനം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളിൽ ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 25 പേർക്ക് മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്നുള്ള ധനസഹായം വിതരണം ചെയ്തു. MP ജാക്സൺ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിർ ബഡ്സ് റീഹാബിലിറ്റേഷനിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായി നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് കൌൺസിലിംഗ് നൽകാൻ റൂറൽ ജില്ലയിലെ DYSP ഓഫീസുകളിൽ കൌൺസിലിംഗ് ആരംഭിക്കുമെന്നും റൂറൽ SP. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി തെക്കിനിയടത്ത് വീട്ടിൽ വിവേകിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള UGC കരട് ചട്ടം പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AG's ഓഫീസ് മാർച്ച് നടത്തി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹാസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. വേലൂരിൽ മരം മുറിക്കുന്നതിനിടെ മരത്തിൽ കുടുങ്ങിയ തൊഴിലാളിക്ക് ഫയർഫോഴ്സുകാർ രക്ഷകരായി. 12ാം വാർഡിൽ വാഴപ്പള്ളി ജോസിന്റെ പറമ്പിൽ മരം മുറിക്കാനെത്തിയ ദേശമംഗലം സ്വദേശി തലശ്ശേരി വീട്ടിൽ രാജഗോപാലനാണ് മരത്തിന് മുകളിൽ കുടുങ്ങിയത്. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാഞ്ജുഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ ആദ്യത്തെ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി തോളൂർ. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കിയാണ് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ ഹരിത പ്രഖ്യാപനം നടത്തി. പാർപ്പിട പദ്ധതിക്കും ടൂറിസം പദ്ധതിക്കും ഊന്നൽ നൽകി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 20.20 കോടി രൂപ വരവും 19.97 കോടി രൂപ ചിലവും 23.19 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ അവതരിപ്പിച്ചത്. ലോക വൃക്ക ദിനത്തിൽ സ്വന്തം വൃക്ക ദാനമായി നൽകിയ ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാമിനെ ആദരിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഷൈജു സായിറാമിനെ ഉപഹാരം നൽകി. വെങ്കിടങ്ങ് GMLP സ്കൂളിൽ പ്രീ പ്രൈമറി ക്ലാസുകളിലേക്കുള്ള കളിയുപകരണങ്ങളുടെ വിതരണം നടന്നു. മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ കളിയുപകരണങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. മലപ്പാട് പഞ്ചായത്ത് ലൈഫ് ഭവന സമുച്ചയ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 4-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. 56 സെന്റ് സ്ഥലത്ത് 2 നിലകളിലായി 650 ചതുരശ്ര അടി വലിപ്പമുള്ള 12 അപ്പാർട്ട്മെന്റുകളാണ് 3 ബ്ലോക്കുകളായി നിർമ്മിക്കും. കൊടകര കാർഷികേതര വികസന സഹകരണ സംഘത്തിന്റെ ആളൂർ കൊമ്പടിഞ്ഞാമാക്കൽ ശാഖ ശനിയാഴ്ച മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാള SI KR സുധാകരൻ ക്ലാസ് എടുത്തു. ഗുരുവായൂർ ആനയോട്ടത്തിലെ ജേതാവ് കൊമ്പൻ ബാലുവിനെ 2 ദിവസത്തെ വിശ്രമത്തിനായി ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി. ക്ഷേത്രത്തിനകത്ത് ബാലുവിന് ഉറങ്ങാൻ സാഹചര്യമില്ലാത്തതിനെ തുടർന്നാണ് മാറ്റിയത്. വൈദ്യുതി മുടങ്ങിയപ്പോൾ മാള പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം അവതാളത്തിലായി. ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച പകൽ 1:30 വരെയാണ് വൈദ്യുതി മുടങ്ങിയത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.